ഹലോ ഗൈസ്, അങ്ങനെ വള്ളുവനാട്ടിലെ കാളവേല പൂരം ഉത്സവങ്ങൾ സീസൺ ഗൈസ് അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഈ കൊല്ലം പഴയതിലേക്ക് അടിപൊളിയായിട്ട് ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനെന്തായാലും ഇത്തവണ കുട്ടിക്കാളകൾ ഉണ്ടാക്കുക വിൽക്കുക ഈ സാധനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാറികൾ നമുക്കിട്ട് നല്ലൊരു പണി വെച്ചായിരുന്നു. അതായത് കാളകളെ ഉണ്ടാക്കി വിൽക്കുക, ആരടാ പച്ചമത്തി വിൽക്കണ പോലെയാണ് ഇജ്ജ് കാളകളെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ 500 രൂപയ്ക്ക് ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഓന്മാർ 1500 2000 വിൽക്കണത്. ഓന്മാരൊക്കെ വലിയ ടീംസ് നാറിയോട് ഒരുത്തൻ നന്നാവണത് ഓന്മാർക്ക് പിടിക്കൂല, അതാണ് കാര്യം. അപ്പോൾ ഞാൻ പറയണില്ല വേറെ കാര്യം എന്തായിട്ട് അങ്ങനെ കുറേ ഊളകൾ നമ്മളെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ കുറേ വേറെ കുറേ ഊളകൾ വാട്സപ്പിൽ നമുക്ക് സ്വൈര്യം തരാണ്ടിരിക്കുക. അന്ന് ഞാൻ മൊത്തത്തിൽ പോയി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്കിൻ്റെ ഒരു കോപ്പും നോക്കാറില്ല. അപ്പോൾ ഞാൻ ആലോചിക്കണത് ഞാനിങ്ങനെ സംസാരിക്കല്ല കേട്ടോ ഗൈസ്. അതെന്താ അറിയുക, നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഒരു കോപ്പും ഇല്ലാത്തത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് സ്റ്റോറ് കാളയുടെ പൊടി തട്ടിയിരിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഊളകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി മാനസികമായിട്ട് തകർക്കുകയൊക്കെ ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ അതിന് ഇവന്മാരുടെ തറവാട്ട് സ്വത്താണല്ലോ വള്ളുവനാട്ടിന് കാളകൾ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇവന്മാർക്ക് മാത്രം ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ. ഇന്ത്യൻ ഭരണഘടന ഇവന്മാരാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഗൈസ് എനിക്ക് ഇത് ഭയങ്കര പ്രഷറുണ്ട്. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അത്യാവശ്യം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നിങ്ങൾ വിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. 15, 17, 22, 20 ഒക്കെ സൈസ് വലിപ്പമുള്ള സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കാളത്തലകൾ, അതേപോലെ ഫുള്ള് കാളകൾ. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫുള്ള് കാളകൾ, കുട്ടിക്കാളകളില്ലേ, ഡബിൾ കാളകൾ, അതൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് പറയുക. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ അതിലുണ്ട്. ഞാൻ മുകളിൽ ആ ഹൈലൈറ്റിലൊക്കെ നോക്കി ഞാൻ ഉണ്ടാക്കിയ കാളകളൊക്കെ അതിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലുള്ള കാളകളൊക്കെ ഉണ്ടായിരിക്കും. ഷോക്കേസിൽ വെക്കാവുന്ന കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ. ഇവർ ഭക്തിയുടെ പേരും പറഞ്ഞിട്ടേ വേറെ കുറേ ഊളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ചിലവറ്റ. അപ്പോൾ ഇവന്മാർ എല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ട് കുറച്ച് പേര് കൂടിച്ചേർന്നിട്ട് ഒരു ടീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാനും അവന്മാരെ ഭീഷണിപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനെന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് വക്കീലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇജ്ജ് ഇടയ്ക്ക് പോലെ ചെയ്യടാ, വേറെന്നോർത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വാങ്ങുക, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെപ്പോലെ സ്ട്രഗിൾ ചെയ്ത ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.